അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ ഈ നിമിഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് യാദൃശ്ചികമല്ല. നിങ്ങളുടെ ഹൃദയം ഒരുപക്ഷെ മൗനമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടെൻ്റെ ജീവിതം മാറുന്നില്ല? പ്രാർത്ഥന എന്നത് വെറും വാക്കുകളാണോ? അതല്ലെങ്കിൽ അത് വിധിയെ തന്നെ ചലിപ്പിക്കുന്ന ഒരു ദിവ്യ ശക്തിയാണോ? മൗലാന റൂമി നമ്മെ പഠിപ്പിച്ചത് പ്രാർത്ഥന എന്നത് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുന്ന നിമിഷം മാത്രമല്ല, നമ്മുടെ ആത്മാവ് സ്വന്തം ഉറവിടത്തിലേക്ക് തിരികെ മടങ്ങുന്ന ഒരു യാത്രയാണെന്നാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ ആത്മീയ സന്ദേശമല്ല. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങളുടെ വിധിയെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മറ്റൊരു ദൃഷ്ടികോണിൽ നിന്ന് കാണാൻ സഹായിക്കുന്ന ഒരാഴമുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിനാൽ ഹൃദയം തുറക്കുക, മനസ്സ് ശാന്തമാക്കുക. പ്രാർത്ഥനയുടെ യഥാർത്ഥ രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിൽ പലർക്കും പ്രാർത്ഥന എന്നത് വെറുമൊരു ശീലമാണ്, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഓടിച്ചെല്ലാനുള്ള ഒരു സുരക്ഷിത താവളം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ശക്തിയുണ്ടെങ്കിലോ? ഒരു പ്രാർത്ഥനയുടെ നിശ്വാസത്തിൽ നമ്മുടെ വിധി തന്നെ മാറി മറിയുമെങ്കിലോ? ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു രഹസ്യം ഞാൻ പങ്കുവയ്ക്കാം. റൂമിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് വെറുമൊരു അപേക്ഷയല്ല, അതൊരു യാത്രയാണ്. നമ്മളിലേക്ക് തന്നെയുള്ള നിത്യതയുടെ കേന്ദ്രത്തിലേക്കുള്ള ഒരു യാത്ര. അദ്ദേഹം പഠിപ്പിച്ചത് പ്രാർത്ഥന എന്നാൽ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുക മാത്രമല്ല, മറിച്ച് പടച്ചോൻ നമ്മളിലൂടെ തന്നെ വെളിപ്പെടുന്ന ഒന്നാണെന്നാണ്. നിങ്ങൾ പടച്ചോനെ വിളിക്കുന്നു എന്ന് കരുതുമ്പോൾ സത്യത്തിൽ അള്ളാഹു നിങ്ങളെ തിരികെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊരു കാഴ്ചപ്പാട് വിധി എന്ന സങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കും. തൻ്റെ കുഞ്ഞ് രോഗശയ്യയിലായിരിക്കുമ്പോൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്ന ഒരു ഉമ്മയെ ഓർത്തു നോക്കൂ. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടാകാം. അവൾ വാക്കുകൾ കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള കരച്ചിൽ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ പ്രാർത്ഥന വെറുമൊരു സംസാരമല്ല, അതൊരു വിറയലാണ്, അസ്തിത്വത്തിൻ്റെ തന്നെ ഒരു പ്രകമ്പനം. ആ നിമിഷം വിധിയുടെ മടക്കുകൾക്കുള്ളിൽ ഒരു പുതിയ വഴി തുറക്കാൻ തുടങ്ങുന്നു. സൂഫി ചിന്തയിൽ വിധി എന്നത് മാറ്റാൻ കഴിയാത്ത ഒരു തിരക്കഥയല്ല, അതൊരു ചട്ടക്കൂട് മാത്രമാണ്. പ്രാർത്ഥന ആ ചട്ടക്കൂടിനുള്ളിലൂടെ ഒഴുകുന്ന വെള്ളം പോലെയാണ്. അത് ദിശ മാറുന്നു, പുതിയ ചാലുകൾ കീറുന്നു, തടസ്സങ്ങളെ ചുറ്റിക്കറങ്ങുന്നു. അതൊരിക്കലും നിശ്ചലമല്ല, എപ്പോഴും ജീവനുള്ളതാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് പറയാൻ ഒരു അത്ഭുതം സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ പ്രാർത്ഥന നമ്മളെയാണ് മാറ്റുന്നത്. നമ്മൾ മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു. മാറ്റം ആദ്യം സംഭവിക്കുന്നത് ഉള്ളിലാണ്, പുറത്തല്ല. ആ മാറ്റം വെള്ളത്തിലെ ഓളങ്ങൾ പോലെ പുറത്തേക്ക് പടരുകയും നിശബ്ദമായി വിധിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ജോലി നഷ്ടപ്പെട്ട ഒരാളെ സങ്കല്പിക്കുക. അയാൾ നിരാശനായിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി ഉയരുന്നു: എൻ്റെ നാഥ, എനിക്ക് വഴികൾ തുറന്നു തരണമേ. ആ വാക്കുകൾ വെറുമൊരു വാചകമല്ല, അതൊരു കീഴടങ്ങലാണ്. ആ നിമിഷം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില നൂലുകൾ ചലിച്ചു തുടങ്ങുന്നു. ഒരുപക്ഷെ അന്നൊന്നും സംഭവിച്ചെന്ന് വരില്ല, പക്ഷേ ആഴ്ചകൾക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായ ഒരു അവസരം അയാളെ തേടിയെത്തുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ തിരിച്ചറിയും, ആ പ്രാർത്ഥന തന്നെ ഇതിനായി ഒരുക്കുകയായിരുന്നുവെന്ന്. റൂമി പറഞ്ഞതുപോലെ, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു വിധിയിലേക്ക് അയാൾ വലിച്ചെടുപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് പ്രാർത്ഥന വെറുതെ വിധി മാറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് വിധി തന്നെ പ്രാർത്ഥനയ്ക്ക് ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. വിധി എന്നാൽ ഉറച്ചുപോയ ഒന്നല്ല, അതിൽ അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ സ്പർശിക്കാൻ കഴിയുന്ന ഏക ബോധപൂർവമായ പ്രവൃത്തിയാകട്ടെ പ്രാർത്ഥനയും. ഇതൊരു ആത്മീയമായ ചിന്ത മാത്രമല്ല, മനഃശാസ്ത്രപരമായും പ്രാർത്ഥന മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു. ഒരാൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ പ്രപഞ്ചം കൂടെ നടക്കുന്നു. പ്രാർത്ഥനയ്ക്കും വിധിക്കുമിടയിലുള്ള ആ രഹസ്യത്തിലേക്ക് നമുക്ക് കൂടുതൽ കടക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എന്താണ് നടന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ഉത്തരം നിങ്ങൾ കാണാത്തതാകാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത പല അപകടങ്ങളിൽ നിന്നും ആ പ്രാർത്ഥന നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചത് ശരിയായ സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയാകാം. പ്രാർത്ഥനകൾ തള്ളിക്കളയുകയല്ല, മറിച്ച് ശരിയായ സമയം വരുന്നതുവരെയോ നിങ്ങളത് സ്വീകരിക്കാൻ പാകപ്പെടുന്നതുവരെയോ മാറ്റിവെക്കപ്പെടുകയാണ്. റൂമി പറഞ്ഞത്, നിങ്ങൾ സ്വീകാര്യത എന്ന് കരുതുന്നത് ചിലപ്പോൾ നിഷേധമാവാം, നിഷേധമെന്ന് കരുതുന്നത് സ്വീകാര്യവുമാകാം എന്നാണ്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, നിങ്ങളുടെ സത്യത്തിന് അഥവാ ട്രൂത്തിനനുസരിച്ചാണ് നാഥൻ്റെ തീരുമാനം വരുന്നത്. പ്രാർത്ഥനയുടെ കാതൽ വാക്കുകളല്ല, ഹൃദയത്തിൻ്റെ ദിശയാണ്.
നിങ്ങൾ ഉള്ളിൽ പൂർണ്ണമായി കീഴടങ്ങുമ്പോൾ പ്രാർത്ഥനയുടെ സ്പന്ദനം മാറുന്നു. വർഷങ്ങളായി ഒരേ കാര്യം പ്രാർത്ഥിക്കുന്ന ഒരാളെ നോക്കൂ. ഒരുപക്ഷെ അയാൾ ചോദിച്ചത് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ അയാളുടെ മുഖത്ത് വലിയൊരു സമാധാനം കാണാം. ആ പ്രാർത്ഥന അയാളെ അത്രമേൽ മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥന വിധിയുടെ വാതിലിൽ മുട്ടുന്ന ഒരു കൈ പോലെയാണ്. വാതിൽ എപ്പോഴും തുറക്കണമെന്നില്ല, പക്ഷേ മുട്ടിമുട്ടി ആ കൈ തന്നെ വാതിലായി മാറുന്നു. നിങ്ങൾ വെറുമൊരു യാചകനല്ല, പ്രാർത്ഥനയുടെ ആ വിലാപം തന്നെയായി നിങ്ങൾ മാറുന്നു. ദൈവം ഒരിക്കലും നിശബ്ദനായിരിക്കുന്നില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. ഒന്നുകിൽ അതെ, അല്ലെങ്കിൽ ഇപ്പോഴല്ല, അതുമല്ലെങ്കിൽ നിനക്കിതിലും നല്ലത് നൽകാം. നിങ്ങളുടെ സമയം പോലെയല്ല ദൈവത്തിൻ്റെ സമയം. നിങ്ങളൊരു വിത്ത് മണ്ണിലേക്കെറിയുന്നു, അത് മുളയ്ക്കാൻ സമയമെടുക്കും. ആ കാത്തിരിപ്പിലെ ഏറ്റവും വലിയ കെണി സംശയമാണ്. എൻ്റെ വിളി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യം വരും. അതിന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഉത്തരം നൽകുക. റൂമിയുടെ വലിയൊരു രഹസ്യം ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു, എന്നാൽ പ്രാർത്ഥന നിങ്ങളിൽ നിന്നല്ല വരുന്നത്. ആ പ്രാർത്ഥനയാണ് നിങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത്. നിങ്ങൾ വെറും ഒരു നിമിത്തം മാത്രമാണ്. പ്രാർത്ഥനയുടെ ആത്മാവെന്ന് പറയുന്നത് കീഴടങ്ങലാണ്, സറണ്ടർ. ഒരു കപ്പൽ യാത്ര പോലെ. നിങ്ങൾക്ക് ദിശ നിശ്ചയിക്കാം, പക്ഷേ കാറ്റിനെ നിയന്ത്രിക്കാനാവില്ല. നിങ്ങൾ പായകൾ തുറന്നു വയ്ക്കുക, ബാക്കിയുള്ളത് ആ കരുണാനിധിയായ അള്ളാഹു നോക്കിക്കൊള്ളും. പ്രാർത്ഥന എന്നത് വെറും ആഗ്രഹങ്ങളുടെ പട്ടികയല്ല, അത് നമ്മുടെ ആത്മാവ് തന്നെ സ്വയം തിരിച്ചറിയുന്ന നിമിഷമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും പകരം ഉള്ളിൽ വലിയൊരു തിരിച്ചറിവ് ലഭിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളിൽ ഇപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ശക്തി ബാക്കിയുണ്ടെങ്കിൽ അതിനർത്ഥം പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങളെ തേടി യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് ഒന്നും അവസാനിക്കുന്നില്ല. അവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. നിങ്ങൾ കൈകൾ ഉയർത്തിയ ആ നിമിഷം, നിങ്ങൾ കണ്ണുനീർ പൊഴിച്ച ആ രാത്രികൾ, നിശബ്ദമായി യാ അല്ലാഹ് എന്ന് വിളിച്ച ആ നിമിഷങ്ങൾ, അവയൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹു നിശബ്ദനായിരിക്കുന്നില്ല. നമ്മുടെ ഹൃദയങ്ങളെ തയ്യാറാക്കുന്ന തിരക്കിലാണവൻ. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉടനെ ഉണ്ടാകും, ചിലത് സമയത്തിനായി കാത്തിരിക്കും, ചിലത് നമ്മൾ ചോദിച്ചതിനേക്കാൾ നല്ല രൂപത്തിൽ നമ്മളിലേക്ക് തിരികെ വരും. നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹു നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ്. റൂമി പറഞ്ഞതുപോലെ, പ്രാർത്ഥന നിങ്ങളുടെ വിധിയെ മാറ്റുന്നില്ല, പ്രാർത്ഥന തന്നെ നിങ്ങളുടെ വിധിയുടെ ഭാഗമാണ്. അതിനാൽ പ്രാർത്ഥന നിർത്തരുത്, നിരാശപ്പെടരുത്, കൈകൾ താഴ്ത്തരുത്. അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾ കരുതുന്നതിലും അടുത്താണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇതിനകം തന്നെ സ്വീകരിക്കപ്പെട്ടിരിക്കാം, പക്ഷേ നിങ്ങൾ അതിൻ്റെ രൂപം മാത്രമാണ് തിരിച്ചറിയാത്തത്. പ്രാർത്ഥനകളുടെ മാറ്റൊലി നിങ്ങളുടെ വിധിയിലൂടെ എന്നും അലയടിച്ചുകൊണ്ടിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.